ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറും 2 സെക്കൻഡ് കൊണ്ട് എങ്ങനെ LCM കണ്ടെത്താമെന്നാണ്. സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളിപ്പോ ബോർഡിൽ കാണുന്നത്. പക്ഷെ ഈ മെത്തേഡ് ഉപയോഗിക്കാതെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് LCM കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആ ട്രിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം എന്താണ് LCM എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാവാം LCM എന്താണെന്ന്. അതിന് ജസ്റ്റ് LCM എന്താണെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ഷോർട്ട് കട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം 73ഓളം വീഡിയോസ് ആയിട്ടുണ്ട്. മാത്സിനും ഇംഗ്ലീഷിനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക, കമന്റ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് LCM എന്ന് പറയാം. LCMന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. നമ്മുടെ മലയാളത്തിൽ ഇതിനെ ലസാഗു എന്ന് പറയും. ഇനി എന്താണെന്ന് നോക്കാം. ഇപ്പോ 2 നമ്പേഴ്സ് ഞാൻ കൺസിഡർ ചെയ്യാണ്, 3ഉം 6ഉം. അപ്പൊ 3ന്റെയും 6ന്റെയും LCM നമുക്ക് കണ്ടെത്തണം. അന്നേരം നമുക്ക് ഇതില് 3ന്റെ മൾട്ടിപ്പിൾസിനെ നമ്മൾ നിരത്തി അങ്ങ് എഴുതുകയാണ്. 3, 6, 3 × 1 3, 3 × 2 6, 3 × 3 9, 4 12, 3 × 5 15. അങ്ങനെ നമ്മൾ എഴുതുകയാണ്. അതുപോലെ തന്നെ 6ന്റെയും ഗുണിതങ്ങൾ നമ്മൾ നിരത്തി എഴുതുകയാണ്. 6, 12, 18, 24. അങ്ങനെ 6ന്റെയും എഴുതുകയാണ്. ഇതില് ഏതൊക്കെ മൾട്ടിപ്പിൾസ് കോമൺ ആയിട്ട് വരും എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഏതൊക്കെ മൾട്ടിപ്പിൾസ് കോമൺ ആയിട്ട് വരും? 6 കോമൺ ആയിട്ട് വരും. ഇവിടെ ഈ 6 ഉണ്ട്. 12 കോമൺ ആയി, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. 18 കോമൺ ആയിട്ട് വരും. 18 ഉണ്ട്, 18 ഉണ്ട്. അപ്പൊ നമുക്ക് കോമൺ മൾട്ടിപ്പിൾസ് കിട്ടി. ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്, അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? അപ്പോ ഇതിൽ ഏത് കോമൺ മൾട്ടിപ്പിൾ ആണ് ഏറ്റവും ചെറുത്? 6 അല്ലേ? അപ്പോ 6 ആണ് 3ന്റെയും 6ന്റെയും LCM എന്ന് നമുക്ക് പറയാം. ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അത് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് വലിയ നമ്പേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ നമ്മൾ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ചില LCM ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്കാണ് ഈ പറയാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് 2 നമ്പേഴ്സിന്റെ LCM കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ 4, 8. അന്നേരം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ചെറിയ നമ്പർ, ഏതാണ് വലിയ നമ്പർ. ഇപ്പൊ ഇവിടെ 4 ചെറിയ നമ്പരും 8 വലിയ നമ്പരുമാണ്. അപ്പോ ഈ ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ വലിയ നമ്പർ എന്ന് നോക്കുക, അല്ലെങ്കിൽ ചെറിയ നമ്പറിന്റെ ഗുണിതമാണോ വലിയ നമ്പർ എന്ന് നോക്കുക. 4 × 1 4, 4 × 2 8 ഇല്ലേ? അന്നേരം 4ന്റെ മൾട്ടിപ്പിൾ ആണ് 8 എന്ന് പറയുന്നത്. എങ്കിൽ എപ്പോഴും വലിയ നമ്പർ ആയിരിക്കും LCM. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് വലിയ നമ്പർ എങ്കിൽ വലിയ നമ്പർ ആയിരിക്കും LCM. അപ്പൊ ഇവിടെ 4ഉം 8ഉം ഉണ്ട്, 8 ആണ് LCM. ഇനി 5ഉം 25ഉം. 5 × 5 ആണ് 25. ചെറിയ നമ്പർ 5, വലിയ നമ്പർ 25. അതിന്റെ LCM എന്താണ്? 25 ആണ്. 6ഉം 24. 6 × 4 ആണ് 24. LCM 24. 4, 36. എത്ര വരും? 4 × 9 അല്ലേ 36. അന്നേരം 4ന്റെയും 36ന്റെ LCM 36 ആണ്. ഇനി നമ്മളെടുത്ത് 3 നമ്പേഴ്സിന്റെ LCM ചോദിക്കുകയാണ്. ഇപ്പോ 4, 8, 16. അന്നേരം അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും ചെറിയ 2 നമ്പേഴ്സിന്റെയും മൾട്ടിപ്പിൾ ആണോ വലിയ നമ്പർ എന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ 4ഉം 8ഉം ആണ് ചെറിയ 2 നമ്പേഴ്സ്. അതിന്റെ മൾട്ടിപ്പിൾ ആണോ 16 എന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ വലിയ നമ്പർ ആയിരിക്കും LCM. അപ്പൊ കണ്ടീഷൻ എന്താണ്? ചെറിയ 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണോ വലിയ നമ്പർ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ആ വലിയ നമ്പർ ആയിരിക്കും LCM. ഇപ്പൊ ഇവിടെ 4 × 4 ആണ് 16 എന്ന് പറയുന്നത്. 8 × 2 ആണ് 16 എന്ന് പറയുന്നത്. അപ്പോ 16 ആയിരിക്കും ഈ 3 നമ്പേഴ്സിന്റെയും LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അന്നേരം എത്രയാണ്? 16 ആണ് LCM. ഇനി 5, 10, 20. ഇവിടെ വലിയ നമ്പർ എത്രയാണ്? 20 ആണ്. 5 × 4 ആണ് 20 എന്ന് പറയുന്നത്. 10 × 2 ആണ് 20 എന്ന് പറയുന്നത്. അപ്പോ LCM എത്ര വരും? 20 വരും. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിലായിരിക്കും ഈ കണ്ടീഷൻ കറക്റ്റ് ആയിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. 20, 30, 60. 20 × 3 ആണ് 60 എന്ന് പറയുന്നത്. 30 × 2 ആണ് 60 എന്ന് പറയുന്നത്. അപ്പോ എത്ര വരും LCM? 60. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നു കാണും. ഇപ്പൊ മൾട്ടിപ്പിൾ അല്ലാതെ വരുവാണെങ്കിൽ ഇപ്പൊ 8ഉം 12ഉം
12 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ LCM കണ്ടുപിടിക്കും? അപ്പൊ അങ്ങനെയാണ് വരുന്നതെങ്കിൽ 8ഉം 12ഉം 12ന്റെ വലിയ നമ്പറിന്റെ ഇരട്ടി എടുക്കുക, അല്ലെങ്കിൽ വലിയ നമ്പർ ഇൻറ്റു 2 ചെയ്യുക. 12 ഇൻറ്റു 2 എത്രയാണ്? 24. ഇനി 24ഉം 8ഉം ആയിട്ട് നോക്കുക. 24 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 8 ഇൻറ്റു 3 ആണ് 24. ഓക്കെ, അന്നേരം 8ഉം 24ഉം ആയിട്ട് നോക്കുക. 8 24 ആയിട്ട് നോക്കുമ്പോ 8ന്റെ മൾട്ടിപ്പിൾ ആണ് 24. അപ്പൊ 24 എന്ന് പറയുന്നത് LCM ആയിട്ട് നമുക്ക് എഴുതാം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ഉം 18ഉം. 18 എന്ന് പറയുന്നതാണ് വലിയ നമ്പർ. ഇത് 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 18ന്റെ ഇരട്ടി എടുക്കുന്നു. 18ന്റെ ഇരട്ടി എത്രയാണ്? 36. 18 ഇൻറ്റു 2 36. ഇനി 36ഉം 12ഉം നോക്കുക. 12ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 36. അതുകൊണ്ട് അന്നേരം നമുക്ക് എന്ത് എഴുതാം? 36 ആണ് LCM എന്ന് എഴുതാം. ഇനിയിപ്പോ ഇൻറ്റു 2 ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അന്നേരം നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 3 ചെയ്യുക. ഇപ്പൊ 12 40. 40 എന്ന് പറയുന്നത് എന്താണ്? 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 2 ചെയ്ത് 80 ആക്കി. ഇനി 80ഉം 12ഉം നോക്കുക. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 80 എന്ന് പറയുന്നത് 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 3 ചെയ്യുക. 40ഉം ഇൻറ്റു 3 ചെയ്തപ്പോ 120 എന്ന് കിട്ടി. ഇനി 12ഉം 120 നോക്കുക. 12 ഇൻറ്റു 10 അല്ലേ 120 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 120 ആണ് LCM എന്ന് പറയാം. 120 ആൻസർ എഴുതാം. ഓക്കെ, നമ്മൾ സ്പീഡിൽ LCM കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടീഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി വലിയ നമ്പേഴ്സ് കോംപ്ലക്സ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ കണ്ടെത്താം. ഇപ്പൊ നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുകയാണ്. ഈ 2 നമ്പേഴ്സിനും കോമൺ ആയിട്ട് ഘടകങ്ങൾ ഒന്നുമില്ല. ആകെ ഒന്ന് മാത്രമേ കോമൺ ആയിട്ട് ഘടകങ്ങളുള്ളൂ. എങ്കില് നമ്മൾ എങ്ങനെ LCM കണ്ടുപിടിക്കും? ഇപ്പൊ 7 11ന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 7ന്റെ ഘടകങ്ങൾ 1ഉം 7ഉം ആണ്. 11ന്റെ ഘടകങ്ങൾ 1ഉം 11ഉം ആണ്. നമ്മുടെ ഘടകങ്ങളെ ഫാക്ടേഴ്സ് എന്നും പറയും. അപ്പോ ഇവിടെ ഒന്നൊഴികെ കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല. എങ്കിൽ നമുക്ക് എങ്ങനെ LCM കണ്ടുപിടിക്കാം? ആ 2 നമ്പേഴ്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 5ഉം 6ഉം ആണ്. 5നും 6നും എന്താണ്? കോമൺ ആയിട്ടൊന്നുമില്ല, ഒരു ഘടകങ്ങളും ഇല്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ഇൻറ്റു 6 30. അങ്ങനെ നമുക്ക് LCM കിട്ടുന്നു. ഇവിടെ 2 3 5. അവിടെയും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 11 13 19. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നമ്മളിത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ